എൻ്റെ പാർട്ടിയുടെ അക്കമഡേഷനെ കുറിച്ചുണ്ടായ ചർച്ചകൾ നമുക്കറിയാം. അവസാന ഘട്ടത്തിൽ അസോസിയേറ്റഡ് പാർട്ടി എന്ന നിലക്ക് ചർച്ചകൾ നടന്നു. ഞാൻ അതിനും സമ്മതിച്ചു. ആ സമ്മതിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ പാർട്ടിക്ക് നിങ്ങൾ എവിടെ സീറ്റ് തരും? കാരണം അതിനു മുമ്പുണ്ടായ 2-ാം തീയതി, ഈ മാസം 2-ാം തീയതി കോഴിക്കോട് നടന്ന UDF യോഗത്തിൻ്റെ മുമ്പ് നിരുപാധികം നിങ്ങൾ എന്ത് തീരുമാനിച്ചോ, ബസ്സിൻ്റെ സ്റ്റെപ്പിൽ ഞാൻ പോരാമെന്ന് ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബിനോടാ ഞാൻ വാക്ക് കൊടുത്തത്. ബാക്കി കാര്യങ്ങൾ കുഞ്ഞാലി സാഹിബ് നിങ്ങൾ ഏറ്റാൽ മതി എന്ന് പറഞ്ഞതാ. ആ വിശ്വാസത്തിലായിരുന്നു. ആ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള പാണക്കാട് തങ്ങൾ ഉൾപ്പെടെയുള്ള UDF ലീഡർഷിപ്പ് ഉൾപ്പെടെ അദ്ദേഹത്തെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം അദ്ദേഹം നിർവഹിച്ചില്ല എന്ന് മാത്രമല്ല, അത് നീട്ടി കൊണ്ടുപോയി. തെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ലെങ്കിൽ അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരെ ഞങ്ങളെ വാലിൽ കെട്ടാമെന്ന ദുരുദ്ദേശത്തിലാണ് UDF ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനം പോലും അദ്ദേഹം പ്രഖ്യാപിക്കാതിരുന്നത്. അപ്പോഴാണ് എന്ത് വരുന്നത്? ഇലക്ഷൻ വരുന്നത്. സ്വാഭാവികമായിട്ടും ഈ പറയുമ്പോൾ, സ്ഥാനാർത്ഥിയെ പ്രഖ്യാപനം നടത്തുമ്പോൾ നിങ്ങൾക്കറിയാം, തൂക്കിക്കൊല്ലാൻ പോകുന്ന ഒരു പ്രതിയോട് ചോദിക്കും, നിങ്ങൾക്ക് അവസാനമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ഏറ്റവും ചെറിയ നീതി, മനുഷ്യ നിങ്ങൾ മരിക്കാൻ പോവുക, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ, നിങ്ങൾക്ക് വല്ല ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിക്കും. അതിനെങ്കിലും ഞാൻ അർഹനല്ലേ? എന്നെ തൂക്കിലേറ്റാണല്ലോ. ഞാൻ അറിഞ്ഞിട്ടില്ല, എന്നോട് ചോദിച്ചിട്ടില്ല, പോട്ടെ. എന്നാൽ ആ പ്രഖ്യാപനം നടത്തുമ്പോൾ ഈ പറയുന്ന അസോസിയേറ്റ് മുന്നണിയായി ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നതോടൊപ്പം അത് പ്രഖ്യാപിക്കാനുള്ളൊരു ചെറിയ മര്യാദയെങ്കിലും, ചെറിയൊരു മര്യാദ, ഒരു സാമൂഹിക മര്യാദ ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യും? പിന്നെ ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രവർത്തന രംഗത്ത് ഇറങ്ങിയോടുകൂടി എന്തായി? ഈ ദുഷ്ടബുദ്ധി എന്താണോ അദ്ദേഹം കണക്കൂട്ടിയത്? ഞങ്ങൾ ലോക്കായില്ലേ? ആയിരക്കണക്കിന് പ്രവർത്തകരില്ലേ? എനിക്ക് ആ പാർട്ടിയോടൊരു ബാധ്യത ഇല്ലേ? AITC എന്ന് പറയുന്ന ഒരു സംവിധാനമല്ലേ? മമതാ ബാനർജി എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയും 100-200 MLA-മാരും 42 MP-മാരുമുള്ള പാർലമെൻറ്റിലെ ഒരു പാർട്ടിയുടെ ഒരു സംസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാവാ. ഞാൻ എന്താ ചെയ്യുക? നിങ്ങൾ പറ, ജനങ്ങൾ പറയൂ. അപ്പം ഞാനെന്ത് പറഞ്ഞു? രണ്ടും നടക്കില്ല. കാരണം ഷൗക്കത്തിനെ വെച്ച് മുന്നോട്ട് പോകാൻ ഒരിക്കലും കഴിയില്ല, വിജയിക്കൂല. ഞാൻ വിശദീകരിക്കാം. വലിയ അബദ്ധത്തിലേക്കാണ് പോണത്. ഞാൻ പറഞ്ഞു പറ്റില്ല എന്ന്. എന്തുകൊണ്ട് പറഞ്ഞു? എനിക്കൊരു നീതിയും കിട്ടാൻ പോകുന്നില്ല ഈ പാർട്ടിക്ക് എന്ന് ഉറപ്പിച്ച് പറഞ്ഞതുകൊണ്ടാണ്. അപ്പം അവിടെയാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. പിന്നീടാണ് ചർച്ചകൾ ആരംഭിക്കുന്നത്. UDF നേതൃത്വം മുഴുവൻ ഇദ്ദേഹത്തിൻ്റെ ഈ നിലപാട് ശരിയായില്ല എന്ന് കൃത്യമായി പറഞ്ഞു. വാർത്തകളിൽ നിങ്ങളൊക്കെ എടുത്ത ഇൻ്റർവ്യൂകളിൽ ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ ആ കാര്യങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളോട് സൂചിപ്പിക്കുകയുണ്ടായി. ചർച്ചകൾ തുടർന്നു. ആ ചർച്ചകൾ തുടർന്ന് വീണ്ടും മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, സീറ്റ് എവിടെയാണെന്ന്. സീറ്റിൻ്റെ കാര്യത്തിൽ ഒരു വർത്തമാനമില്ല. ഞാൻ ഇന്നലെ പറഞ്ഞു, ബേപ്പൂരോ ഈ പറഞ്ഞ പേരാമ്പ്രയിലോ ഈ പറയുന്ന മലമ്പുഴയിലോ പോയി മത്സരിക്കാൻ എന്നെ തള്ളിവിടുകയാണ്. ഒരു വട്ടം തൂക്കിക്കൊന്നു, രണ്ടാമതും തൂക്കിക്കൊല്ലാനുള്ള തീരുമാനം. അപ്പോൾ ഞാൻ പറഞ്ഞു, ആലോചിക്കണം. എനിക്ക് ആ കാര്യത്തിലെങ്കിൽ അസോസിയേറ്റ്, ഒരു സീറ്റെങ്കിലും ഒരു സീറ്റ്, അത് പബ്ലിക്കായി പറയണം. അതിനും തയ്യാറില്ല. ആ വിഷയത്തിന് അവർ തയ്യാറായില്ല. അപ്പോൾ ഞാൻ വീണ്ടും ഉത്തരവാദിത്തപ്പെട്ട UDF നേതാക്കളുമായി ചർച്ച നടത്തി. ഇനിയാണ് നിങ്ങൾ കേൾക്കേണ്ടത്. നിലമ്പൂരിലെ വോട്ടർമാരും ഈ പറയുന്ന കേരളത്തിലെ ജനങ്ങളും നിങ്ങൾ കേൾക്കേണ്ടതാണ്. UDFൻ്റെ സംസ്ഥാന നേതൃത്വത്തിലെ പ്രബലരായിട്ടുള്ള നേതാക്കന്മാർ, ഘടകകക്ഷിയിലെ 2 നേതാക്കന്മാർ, മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലെ UDFൻ്റെ ജില്ലാ ലെവലിലുള്ള ഏറ്റവും ഉയർന്ന, ജില്ലാ പഞ്ചായത്തിൻ്റെ ലെവലിലുള്ള ഏറ്റവും ഉയർന്ന ഒരു ഘടകകക്ഷിയുടെ നേതാവ്, 3 പേരും ഇരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അദ്ദേഹം ഒരു മുസ്ലിം മതവിശ്വാസിയാണ്. അല്ല സഹോദര, ഈ വലിയ 2 നേതാക്കന്മാർ ഇരിക്കുന്ന സ്ഥലത്താണ്. ഞാൻ സത്യസന്ധമായ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കാം. നിങ്ങൾ നെഞ്ചത്ത് കൈവച്ച് അള്ളാഹുവിനെ സാക്ഷി നിർത്തിയിട്ട് നിങ്ങൾ പറയണം, നിലമ്പൂരിൽ VS ജോയി മത്സരിച്ചാൽ എത്ര വോട്ടിന് ഭൂരിപക്ഷം നമുക്ക് കിട്ടുന്നു? അദ്ദേഹം ഒരു മിനിറ്റ് ഇങ്ങനെ നോക്കിയിട്ട്, ഒരു സെക്കൻഡ് ഇങ്ങനെ നോക്കിയിട്ട് എന്നോട് ചോദിച്ചു, നിങ്ങൾ പറയുന്നത്. ഞാൻ പറഞ്ഞു 25,000. ഞാൻ തുടങ്ങുകയാണ്.
ഈ പറയപ്പെട്ട നേതാവ് പറഞ്ഞു 30,000 വരെ നമുക്ക് ജയിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ UDF ഉന്നതനായ നേതാവിനോട് ഞാൻ പറയാണ്, നിങ്ങൾ കേട്ടല്ലോ. രണ്ടാമതും ആ വ്യക്തിയോട് ഒരു ചോദ്യം കൂടി ഞാൻ ചോദിക്കുകയാണ്. നിങ്ങൾ അള്ളാഹുവിനെ സാക്ഷി നിർത്തി, നിങ്ങൾ 5 നേരം നിസ്കരിക്കുന്ന ആളാണ്, നെഞ്ചത്ത് കൈവച്ചിട്ട് ഈ ചോദ്യത്തിൽ കൂടി നിങ്ങൾ ഉത്തരം പറയണമെന്ന്. ആര്യാടൻ ഷൗക്കത്ത് മത്സരിച്ചാൽ എന്തായിരിക്കും സ്ഥിതി ചോദിച്ചു. അദ്ദേഹം ഒരു 2000 തൊട്ട് 5000 വോട്ട്. അപ്പോൾ ഞാൻ ഈ ഉന്നതനായ നേതാവിനോട് പറഞ്ഞു, നിങ്ങൾ കേട്ടല്ലോ, ഇതാണ് വസ്തുത, ഇതാണ് വസ്തുത. ഞാൻ എന്തിനാണ് രാജിവെച്ചത് നിങ്ങൾക്കറിയാലോ. കേരളത്തിൽ 3ാം വട്ടവും UDF LDF ഗവൺമെൻറ് അധികാരത്തിൽ വരില്ല എന്നത് വസ്തുത കേരളത്തിലെ ജനങ്ങളെ കാട്ടിക്കൊടുത്ത് പിണറായിസത്തിനെതിരെ ഏറ്റവും കൂടുതൽ വോട്ട് വാങ്ങി ജയിക്കാനാണ്. പക്ഷെ ഇവരുടെ താല്പര്യം എന്താ? ഇവർക്ക് ഒറ്റ താല്പര്യമുള്ളൂ സാഹിബേ. എന്താ താല്പര്യം അറിയോ? മുഖ്യമന്ത്രിയാകുമ്പോൾ ആര് കൈപൊന്തിക്കണമെന്ന്. ആ ഒരു താല്പര്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കണം. ഈ നേതൃത്വത്തെയും വെച്ചാണ് UDF മുന്നോട്ട് പോകുന്നതെങ്കിൽ 99 സീറ്റിൽ വേണം കോൺഗ്രസിന് തീരുമാനമെടുക്കാൻ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ. ആ 99 സീറ്റിൻ്റെയും മാനദണ്ഡം കൈപൊക്കുന്നവർക്ക് മാത്രമായിരിക്കും 2026 ഭരണം പിണറായിയെ താഴെ ഇറക്കാൻ ഈ നേതൃത്വത്തെ വെച്ചുകൊണ്ട് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ആലോചിച്ചിട്ട് നിങ്ങൾ തീരുമാനമെടുക്കണം എന്ന് ഞാൻ പറഞ്ഞതാണ്. അതവസാനിച്ചു. ഈ പറയപ്പെട്ട ചർച്ചകൾ മുഴുവൻ പിന്നീടും കഴിഞ്ഞു. ഒരു സീറ്റും പ്രത്യക്ഷമായി പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അവസാനം ഞാൻ ഇന്നലെ നിങ്ങളോട് വന്നിട്ട് എന്താ പറഞ്ഞത്? ഞാൻ UDF തോൽപ്പിക്കാനാണോ നോക്കിയത്? ഞാൻ UDF തോൽപ്പിക്കാനാണോ നോക്കിയത്? ഞാൻ UDF തോൽപ്പിക്കാൻ നോക്കിയിട്ടില്ല. ഞാൻ UDF സഹായിക്കുന്ന നിലപാടിൻ്റെ ഭാഗമാണ്. ഈ പറയുന്ന മുഴുവൻ അപമാനവും സഹിച്ചിട്ട് ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു, ഞാൻ മത്സരിക്കാനില്ല. ബാങ്ക് വിളിക്കാൻ കഴിഞ്ഞിട്ട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. താൻ പറഞ്ഞ കാര്യങ്ങൾ വളച്ചൊടിച്ചു എന്ന് തന്നെ പറയുന്നു. പറഞ്ഞ കാര്യങ്ങൾ തന്നെ പിന്നെയും ആവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം UDF ഏത് രീതിയിലുള്ള സമീപനം തന്നോട് സ്വീകരിക്കുന്നു, എന്തുകൊണ്ടാണ് താൻ ഒരുപക്ഷെ ഇപ്പോഴും സ്ഥാനാർത്ഥി ആണ് എന്നുള്ള പ്രഖ്യാപനം നടത്തിയിട്ടില്ല PV അൻവർ. നടത്തുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ആ തീരുമാനത്തിലേക്ക് പോകുന്നത് എന്ന സാധൂകരണമായ കാര്യങ്ങൾ പറയുകയാണ്. പലപ്പോഴും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. കൊല്ലാൻ പോകുന്ന അല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് വിധിച്ച ഒരാളിനോട് പോലും അവസാനത്തെ ആഗ്രഹം എന്താണെന്ന് ചോദിക്കില്ലേ, ആ ചോദ്യങ്ങൾ പോലും ഉണ്ടായില്ല എന്നൊക്കെ പറഞ്ഞു. ഏത് രീതിയിലാണ് ആദ്യം മുതൽ തന്നെ UDF നേതൃത്വം തന്നോട് സംസാരിച്ചത്. ഇപ്പോൾ അസോസിയേറ്റ് മെമ്പർ ആക്കുകയാണെങ്കിൽ തന്നെ ഈ പറയുന്ന ബേപ്പൂർ പോലുള്ള സീറ്റ് ഒക്കെ ഒതുക്കാൻ നോക്കി എന്നൊക്കെയുള്ള PV അൻവറിൻ്റെ തുടക്കം മുതലേ ഉള്ള അല്ലെങ്കിൽ UDF PV അൻവർ ചർച്ചയ്ക്കിടയിലുണ്ടായ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അൻവർ പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ചുകൂടി എക്സ്റ്റൻഡ് വെർഷൻ പറയുകയാണ് PV അൻവർ.